പിന്നെന്താ പിന്നൊന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. അലമാര ഒന്നും തുറക്കാൻ പറ്റില്ല. എന്റെ ലോക്കർ ഒന്നും ചോദിക്കരുത് പ്ലീസ്. വേറെ ഇല്ല ഇല്ല, ഞാൻ ഒരു കാര്യം പറ്റേ, ഞാൻ അധികം ഇവിടെ ഉണ്ടാവില്ല. ഒന്നാമത്തെ കാര്യം ഇത് ഗ്യാങ് ഹൗസ് ആണ്, എന്റെ അമ്മാർജി ഗ്യാങ് ഹൗസ് ആണ്. എന്റെ പേഴ്സണൽ അപ്പാർട്ട്മെന്റ് അവിടെ ഉണ്ട്, പക്ഷെ ഞാൻ അധികം പോലില്ല. അത് എന്തൊക്കെ അറിയണം. എന്നാ പോവാ, പക്ഷെ ക്യാമറ പറ്റൂല. അപ്പൊ നമ്മളെന്താ പറഞ്ഞോണ്ടിരുന്നത്, ടെഡ്ഡി ബിയർ ആരോ വെച്ചത് എനിക്ക് അറിയില്ല. ഇത് ആരോ വെച്ചതാ, മുനു ആയിരിക്കും. ഇത് ആരാണ് ടെഡ്ഡി ബിയർ? ടെഡ്ഡി ലവർ ആ മുനു വെച്ചതാ. പിന്നെ ഓക്കെ പിന്നെ ഒരു സാധനം ഉണ്ട്. ഇതാണ് പൊട്ടിപ്പോയതല്ല, പൊട്ടിച്ചതാ. ഇത് എന്റെ ഗെയിമിങ് അവാർഡാ. എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടിയ അവാർഡാ ഇത് കേട്ടോ. അതായത് ഇന്ത്യയിലെ ബെസ്റ്റ് സ്ട്രീമർ എന്നുള്ള ലെവലില് ഞാൻ അതല്ല, അത് യൂട്യൂബ് പ്ലേ ബട്ടൺ ഞാൻ സ്വന്തമായിട്ട് പൊട്ടിച്ചത്. ഇത് അതിന് ശേഷം എന്റെ പ്രാന്തൊക്കെ മാറി കഴിഞ്ഞിട്ടാണ് ഇത് പൊട്ടുന്നത്. ഇത് ഇവിടെ വേറൊരു പുതിയ പ്രാന്തം വന്നിട്ടുണ്ടല്ലോ, മമ്മു എന്ന് പറഞ്ഞിട്ട്. ഇവൻ ഇഞ്ചിയും പച്ചമുളകെല്ലാം ചതക്കാൻ വേണ്ടി ഇത് ഉപയോഗിച്ചു, അങ്ങനെ പൊട്ടിയതാ. ഇല്ല പക്ഷെ സ്റ്റിൽ കുഴപ്പമില്ല, ഇത് അവാർഡ് തന്നെയാണല്ലോ, പൊട്ടിയെന്ന് വെച്ചിട്ട് കുഴപ്പമില്ല. അപ്പൊ പിന്നെ ഇതെല്ലാം ഞാൻ ഈജിപ്തിൽ നിന്ന് വാങ്ങിയതാ. ഈജിപ്തിൽ നിന്ന് ഇവിടെ ഉള്ള അധികം വെക്കുന്ന സാധനങ്ങളെല്ലാം ഞാൻ ഈജിപ്തിൽ പോയപ്പോ വാങ്ങിയതാ. അടിപൊളിയാണ്. ആ ഇത് പറയാൻ മറന്നുപോയി. ഇത് മോനെ, ഇത് കൊടയല്ല മോളെ, ഇത് ഞാൻ ജസ്റ്റ് ഇന്നലെ മേടിച്ചതാ. ഇന്നലെ ലൈവില് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഓപ്ഷന് വെച്ചിട്ടുള്ള ബാറ്റ. ഇത് അതായത് നമ്മളെ സൂര്യകുമാർ യാദവ്, ഇന്ത്യയുടെ T20 ക്യാപ്റ്റൻ, ഓട്ടോഗ്രാഫ് ചെയ്ത ബാറ്റ. ഇത് 2 lakhs ബേസ് പ്രൈസിൽ ഞാൻ ഓപ്ഷൻ ചെയ്യാൻ പോകുന്ന. ഓക്കെ, ഇത് മിക്കവാറും ഈ വീഡിയോ ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഇത് കൊടുത്തിട്ടുണ്ടാവും ഓപ്ഷന്. ലേലത്തിൽ ഒരു 4-5 കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം. 4 കിട്ടിയാലും ഞാൻ കൊടുക്കും. ഇത് ഓപ്ഷൻ വെച്ചിട്ടുള്ള എങ്ങനെ ഞാൻ വാങ്ങിയതാ, വേറെ ആളായിരുന്നു 2. അതുകൊണ്ടാണല്ലോ 2 ബേസ് പ്രൈസ് വെക്കുന്നത്. അപ്പം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇത് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് മീ. ഇത് ഒരു പരിപാടിയല്ല മോനെ, ഇത് ഒറിജിനൽ സൂര്യകുമാർ യാദവ് സൈൻ ചെയ്ത ഒറിജിനൽ SS-ന്റെ ബാറ്റാണ്. എല്ലാം ജെന്യൂൻ സാധനമാണ്. എൻ്റെ പ്രൂഫും കാര്യങ്ങളിലും ഉണ്ട്, സൂര്യകുമാർ ഉൾപ്പെടുന്ന വീഡിയോ ഫോട്ടോ ഉണ്ട്. ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് മീ. ഓക്കെ, ഐ വിൽ നമുക്കൊരു ഓപ്ഷൻ വെക്കാം, ഒരു ലേലം വിളിച്ചിട്ട് നമ്മൾ വെക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് തൊപ്പിയുടെ റൂം. തൊപ്പി ഇവിടെ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് എന്താ? ഈ റൂമിലിരുന്ന് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നതോ? ഞാൻ ചിന്തിക്കലില്ല. അല്ല, എന്നാലും ഒരു മീ ടൈം ഉണ്ടാവുമല്ലോ. അതൊരു ഗേ ക്വസ്റ്റ്യൻ. അത് നമ്മളങ്ങനെ അധികം ചിന്തിക്കലില്ല, ജീവിതത്തിൽ അങ്ങനെ ചിന്തിക്കലില്ല. അല്ല, എന്നാലും ഒരു മീ ടൈം, എല്ലാ തിരക്കൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് വന്ന് കിടക്കുന്ന മീ ടൈമോ? അത് നിങ്ങൾ പെണ്ണുങ്ങൾക്കാണതല്ലോ, നമുക്കതില്ല. മീ ടൈം ഒന്നും പറഞ്ഞ സംഭവമില്ല. നമ്മളങ്ങനെ ചിന്തിക്കലില്ല അധികം. വേണേ നമുക്ക് കുറച്ച് സമയം ചിന്തിക്കാം. ഓക്കെ, വേണ്ടേ? ചിന്തിച്ചു നോക്കട്ടെ, ഒന്നും കിട്ടുന്നില്ല. ഒന്നും കിട്ടുന്നില്ല. പിന്നെ അടുത്തത് അടുത്തത് പറഞ്ഞാൽ നമ്മള് ജാസിയുടെ കലവറയാണ്. ജാസീസ് കിച്ചൺ. ജാസിയുടെ ഏരിയ അല്ലേ? ജാസിന്റെ നല്ല മണം വരുന്നുണ്ട്. ഇന്ന് എന്താ സ്പെഷ്യൽ? ഇന്ന് കൊഞ്ച് ബിരിയാണിയാണ്. ഇന്ന് കൊഞ്ച് ബിരിയാണി ഉണ്ടാക്കാൻ ചെമ്മീൻ ബിരിയാണിയാണ് ഇന്ന് സ്പെഷ്യൽ എന്നൊക്കെയാണ് ജാസി പറയുന്നത്. സൂപ്പർ ഫുഡാണ് ജാസി കുക്ക് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ തൊപ്പിയുടെ ഒരു എന്താ പറയാ, ശരിക്കും ഒരു ബ്ലെസ്സിങ് ആണ് ജാസിനെ പോലത്തെ ഒരാളെ കൂടെ കിട്ടി. തൊപ്പി പുച്ഛിക്കണ്ട, ശരിക്കും നല്ല സൂപ്പർ ഫുഡാണ് കേട്ടോ. അല്ലേ? ജാസി അല്ലാണ്ട് ഈ ഒരു ഏരിയയിലേക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ആളാരാ? തൊപ്പി. തിന്നാനാണോ കുക്ക് ചെയ്യാനാണോ? ഞാൻ കുക്ക് ചെയ്യും, എനിക്ക് ഭയങ്കര ഇഷ്ടം. മാഗി അല്ലേ കുക്ക് ചെയ്യണേ? അല്ല, ഞാൻ എന്തെല്ലോ കുക്ക് ചെയ്യും, തട്ടിക്കൂട്ടി ഉണ്ടാക്കും. മുട്ടമാലയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മുട്ടമാല അറിയോ? നമ്മളെ കണ്ണൂർ ഭാഗത്തുള്ള ഒരു പലഹാരം മുട്ടമാല. അപ്പൊ അതൊക്കെ നമുക്ക് ഫേവറേറ്റ് ആണ്. പിന്നെ ഫുഡ് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് അത്യാവശ്യം എന്നെ സഹായിക്കാനായി കഴിഞ്ഞാൽ, ഉണ്ടാക്കാനായി കഴിഞ്ഞാൽ പിന്നെ മൂപ്പരായ കുറച്ച് റെസിപ്പി പരിപാടി കാര്യങ്ങളൊക്കെ. റെസിപ്പി എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ ഒരു പരിപാടികളൊക്കെ. കുക്ക് ചെയ്യാൻ അറിയോ? എനിക്ക് കുറച്ചൊക്കെ കാര്യം പറ. ഇല്ല, ഓംലെറ്റും സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ അറിയാം, അല്ലാണ്ട് വലിയ പ്രോ ആയിട്ട് ഉണ്ടാക്കാനൊന്നും അറിയത്തില്ല. ഇല്ല, ചോറ് വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് ഉണ്ടാക്കും. ഞാനൊരു വട്ടം ചോറുണ്ടാക്കിയിട്ട് മറ്റേ വെയിറ്റും വാഷറില്ലേ ഇതൊക്കെ വെക്കാൻ മറന്നു പോയിട്ട് സംഭവം പൊട്ടിത്തെറിക്കാറൊക്കെ ആയി, ആകെ സീനായി. പിന്നെ അതിനുശേഷം അതിനുശേഷം ആ വഴിക്കേ പോയിട്ടില്ല.
അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മളെ പരിപാടികൾ. ഇവിടെ വലുതായിട്ട് വേറെ അങ്ങനെയൊന്നുമില്ല. അതിന് ബാക്കിലേക്ക് പോവാണെങ്കിൽ ബാക്കിൽ കാണിക്കണം. ബാക്കിൽ മൊത്തം വൃത്തികേടാണ്. മൂക്കൊന്ന് പൊത്തി പിടിച്ചോ. വേണ്ട വേണ്ട, എനിക്ക് പേടിയാ. നമ്മളവിടെ ഇവിടെ എന്താ? ഇവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. ഇത് ബാക്കിൽ വർക്ക് ഏരിയ. ഫ്രിഡ്ജും പെട്ടി. ഈ പെട്ടിയിലാണോ തൊപ്പി ഈജിപ്തിൽ പോയത്? അല്ല, ഈ പെട്ടിയും കൊണ്ടാ. അല്ല, ഈ പെട്ടിയും കൊണ്ടാണ് ഈജിപ്തിൽ പോയത്. ഇതാണ് നിങ്ങളുടെ ഡൈനിങ് ഏരിയ തോന്നുന്നല്ലേ? എല്ലാരും ഫുഡ് കഴിക്കുന്നത്. അത് തൊപ്പിയാണോ അത്? പക്ഷെ അതില് കുറച്ച് വണ്ണുള്ള പോലെ. അത് പണ്ട് കുറച്ച് മുന്നേ ഉള്ള ഞാനാ. മുന്നേ അല്ല, ഒരു മുടി കണ്ടോ അതിലിങ്ങനെ മറ്റേ മുടിയുള്ള സമയത്താണ്. ഓക്കെ 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 ഓക്കെ. ഇതും ഈജിപ്തിൽ നിന്ന് വാങ്ങിച്ചതാണോ? അതെ അതെ, ഇവിടെയുള്ള എല്ലാ ഈജിപ്തിൽ നിന്ന് മേടിച്ചതാ. വാ പോവാ. ഇതിനെ പറ്റി ഒന്നും പറയാനില്ല. ഇതിനെ പറ്റി എന്താ പറയാനാ? അല്ല, ഈ പേരിനെ പറ്റി. ഇത് എന്റെ പേരല്ലേ? ഇനി മേലെ. ഇനി നമുക്ക് നേരെ മുകളിലേക്ക് പോവാം. മുകളിൽ എന്ന് പറഞ്ഞാ കുറച്ച് ഇടങ്ങാറ് പിടിച്ച ഏരിയ ആണ്. ഇത്രയും സമയം നമ്മൾ നോർമൽ കാഴ്ചകളെ കണ്ടത്. മുകളിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. പ്രത്യേകിച്ച് ബാക്കി എല്ലായിടത്തും റൂം ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, ഇതാണ് വീടിന്റെ മുകളിലത്തെ നില. താഴെ ഒരു റൂമും മുകളിൽ 3 റൂമാണ്. ഇത് MRG മമ്മു റൂം. ഇത് എല്ലാ റൂമിനും പുറത്ത് എഴുതിയിട്ടുണ്ട്. MRG ഷമീർ, പിന്നെ അവിടെ MRG ജാസി. ഇവിടെ മമ്മുന്റെ റൂമിൽ ആരൊക്കെ? മമ്മു ഒറ്റയ്ക്കാണോ? മമ്മുന്റെ റൂമിൽ മമ്മു മാത്രമാണ്. ഇതിന്റെ കാര്യം നമുക്ക് ഇത് ലാസ്റ്റ് കാണിക്കാട്ടെ. ഈ റൂമിന് ഒരു പ്രത്യേകത ഉണ്ട്. കാരണം ഞാൻ കേറി വന്നപ്പോ തന്നെ എന്റെ അടുത്ത് മമ്മു ഒക്കെ ഭയങ്കര ഹൈപ്പ് ചെയ്ത് വെച്ചേക്കാണ്, നീ വരണ്ടെന്ന് പറഞ്ഞ് ഞാൻ അണലീനെ പിടിച്ച് ബെഡിന്റെ അടിയിൽ ഇട്ടിട്ട്. അല്ല, മമ്മുന്റെ റൂം മമ്മു അത്രയും സെറ്റപ്പ് ആക്കി നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. മമ്മുന്റെ റൂം നമുക്ക് ലാസ്റ്റ് കാണാം. ഓക്കെ, അതിന് നമുക്ക് ആദ്യം ഷമീറിന്റെ റൂമിലേക്ക് പോവാം. ഷമീർ വാ, നിന്റെ റൂം എക്സ്പ്ലെയിൻ. നമുക്ക് ഷമീറിന്റെ റൂമിലേക്ക് പോവാം. സ്വാഗതം ഷമീറിന്റെ. ഇത് ഷമീറും മുനു ഈ റൂമിലാണ് കേട്ടോ. വൃത്തിയുള്ള റൂം എന്ന് പറയാൻ പറ്റില്ല. അല്ല, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. നല്ല മണം. കേറി വന്നപ്പോ തന്നെ നല്ല മണം. സത്യം പറഞ്ഞ ബാച്ചിലേഴ്സിന്റെ ഒരു വീട്ടിൽ ഇത്രയും വൃത്തിയുള്ള ഒരു റൂം അങ്ങനെ കാണല് വളരെ കുറവാണ്. ഒരുപാട് ടെഡി ബിയേഴ്സിനെ കണ്ടു. ഇത് വാങ്ങുന്നതാണോ അതോ ആരെങ്കിലും തരുന്നതാണോ? ഈ പെട്ടിയിലാണോ പോയത് ഈജിപ്തിൽ? കൊറേ സമയമായിട്ട് ഞാൻ എന്തോ ഒരു കാര്യത്തിന് ഒറ്റ ഒരു ഇത് ഞാൻ ഈജിപ്ത് എന്ന് പറഞ്ഞത് എന്റെ ബായിന്ന് അറിയാണ്ട് വീണ് പോയതാണ്. അതിന് ശേഷം പിന്നെ ഞാൻ കൊറേ പ്രാവശ്യം പറഞ്ഞു അത് ആണ്. അതെന്താ സംഭവം അറിയാം, ഈ വീട്ടിലെ എല്ലാ ഫ്രെയിമും ഈ വെക്കുന്ന എല്ലാ സാധനങ്ങളും പ്രതിമകളെല്ലാം ഞാൻ ഈജിപ്തിൽ നിന്ന് വാങ്ങിച്ചതാ. അപ്പൊ എന്റെ വായിൽ അത് വന്നു പോയത് അറിയാം. അപ്പൊ അതോടെ മുന്നിന്റെ അലമാര തുറക്കും മുന്നോ ഒരു കിട്ടുക. ഒന്ന് അങ്ങനെ തന്നെ ഹോൾഡ് ചെയ്ത് നോക്കുക. കട്ട് ചെയ്യണ്ട. ഹോൾഡ്. അലമാരിയിൽ എന്തെങ്കിലും ഉണ്ടോ? ഭയങ്കര സീക്രട്ടീവ്. പിന്നെ ലക്ഷങ്ങള് വില വരുന്ന സാധനങ്ങളുള്ള അലമാരിയാണ്. ലക്ഷങ്ങള് വില വരുന്ന സാധനങ്ങൾ. കൊള്ളാലോ, ഭയങ്കര ഓർഗനൈസ് ചെയ്ത് ഭയങ്കര. ഞാൻ പറഞ്ഞില്ല ഇവനൊരു OCDയാ. അതല്ലേ ഞാൻ പറഞ്ഞത്. പക്ഷേ ഇത്ര വൃത്തിയൊക്കെ നല്ലതാ ശരിക്കും. വൃത്തി എന്ന് പറഞ്ഞപ്പോ ഇത് ഓവർ ഓർഗനൈസ്, ഇങ്ങനെ അടുക്കും ചിട്ടിയും കൂടിയിട്ട് രോഗം പോലെ ആയതാണ്. പിന്നെ അണ്ടി മുന്തിരി ഇതെല്ലാം കഴിച്ചോട്ടെ. നമ്മള് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഇവിടെ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ അടി ഉണ്ടാകുന്ന സംഭവം മുന്നൂന്റെ അണ്ടി മമ്മു കക്കും. ഇതാണ് ബ്രോഡ്വേ പോയി വാങ്ങിയ സാധനം. ബ്രോഡ്വേ പോയിട്ട് എന്താ ഈ സാധനം അണ്ടി വാങ്ങാനോ? ഈ നട്ട്സ് ഒക്കെ. വാച്ച് കളക്ഷൻ. ഇനി സാധനങ്ങളുണ്ട്. ഇത് കാണിക്കും. ആരും ഇതാക്കണ്ട. മുന്നു എന്ന് പറഞ്ഞാൽ ഈ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് അവന്റെ അലമാറിന്റെ ഉള്ളിലേക്ക് വെക്കും. എല്ലാ സാധനങ്ങളും എടുത്ത് അവന്റെ അലമാറിൽ കുത്തി കയറ്റും. അതാണ് പരിപാടി. ഇനി ലോക്കർ ഓർക്കും മുന്നു. ലോക്കറിനുള്ള എന്താ നമുക്ക് കാണാം. എന്താണ്? ഇല്ല, ലോക്കറിനുള്ള ഒന്നും ഇല്ല. ഇവിടെ സാധാരണ നമ്മൾ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെയാണ് ലോക്കറിലേക്ക്. ഇവിടെ ചിലര് കോൾഗേറ്റ്, ക്ലോസപ്പ്, ഷാംപൂ
ഇവർക്ക് ഇതെല്ലാം വേറെ എന്തെങ്കിലും ഉണ്ടോ? ഒരു 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 കാർ ഇരിക്കുന്നുണ്ടല്ലോ. പിന്നെ ഈ മൊമെന്റിന് വേണ്ടിട്ട് ഈ ജീവിതകാലം മൊത്തം ഇവന്റെ ഈ OCD ആരെങ്കിലും ഇങ്ങനെ കാണിക്കലൊക്കെ ഇവന്റെ ഏറ്റവും വലിയ കട്ട്.